ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. മൂർക്കനാട് തിരുവേഗപ്പുറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തോമസ് ഐസക് ബജറ്റിൽ പ്രഖ്യാപിക്കുകയും തുടർന്ന് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുമാണ്. ഇറിഗേഷൻ വകുപ്പിന്റെ നിർവഹണ ഏജൻസിയായ KIIDCയുടെ മേൽനോട്ടത്തിലാണ് ഈ റെഗുലേറ്ററിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 2 പ്രളയങ്ങളിലും അമിതമായി വെള്ളം പരിസര പ്രദേശങ്ങളിലേക്ക് കയറിയതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നപ്പോൾ മുഹമ്മദ് മുഹസിൻ MLA നിയമസഭയിൽ ഈ വിഷയം സബ്മിഷനായി അവതരിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ റെഗുലേറ്ററിന്റെ പരിസരത്ത് അടിഞ്ഞുകൂടിയ മണലും എക്കലും നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് സബ്മിഷന് മറുപടിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുകൾ ഭാഗത്ത് 1 കിലോമീറ്ററും താഴ്ഭാഗത്ത് 1/2 കിലോമീറ്ററും മണലും എക്കലും നീക്കം ചെയ്യാൻ തീരുമാനമാവുകയും ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെൻഡർ പൂർത്തീകരിക്കാനുള്ള നടപടി അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മണലും എക്കലും നീക്കം ചെയ്ത് വെള്ളത്തിന്റെ സ്റ്റോറേജ് വർദ്ധിപ്പിച്ച് പ്രളയ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമെന്ന് MLA അറിയിച്ചു. മങ്കട അതുപോലെ പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മൂതിക്കയം. അതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൽ തിരുവേഗപ്പുറ ഭാഗത്ത് വേണ്ടത്ര സ്ഥലം ലഭ്യമായിട്ടില്ല. ആ സ്ഥലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നേരത്തെ തന്നെ സ്വീകരിച്ചതാണെങ്കിലും കുറച്ച് സ്ഥലം കിട്ടാനുണ്ട്. അതിൽ കുറച്ച് ഭാഗം എന്തായാലും ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കിട്ടുന്ന ഭാഗം മാത്രം ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കുക, മറ്റു ഭാഗത്തിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് തുടരും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത്. മൂർക്കനാട് പഞ്ചായത്ത് ആ ഭാഗത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ ഭാഗത്ത് കുറച്ചുകൂടെ സ്ഥലം ലഭ്യമാക്കാനുണ്ട്. പഞ്ചായത്തുമായി സംസാരിച്ച് അതുകൂടി തീർക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെള്ളം വന്ന സമയത്ത് വലിയ രീതിയിൽ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. ഇപ്പോ അതിൽ നിന്ന് എക്കലും മണലും എല്ലാം നീക്കം ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ, അത് RCB തുടങ്ങുന്നതിന് മുന്നേയുള്ള ഭാഗത്ത് 1 കിലോമീറ്ററും കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് 1/2 കിലോമീറ്ററും മണലും അതോടൊപ്പം എക്കലടക്കമുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയും അത് ടെൻഡർ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയിക്കാനുള്ളത്. കൂടാതെ മൂർക്കനാട് പഞ്ചായത്തിന്റെ ഭാഗത്ത് പൂർണ്ണമായും റോഡിന് വേണ്ട സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇനിയും കുറച്ച് സ്ഥലം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ കൂടി ഉണ്ടാവണമെന്നും MLA പറഞ്ഞു.